ഹായ് ഗായ്സ്, നമ്മളിന്ന് തഞ്ചാവൂർക്ക് പോവാണ്. നമ്മൾ ബസ്സിൽ കയറി എറണാകുളം റെയിൽവേ സ്റ്റേഷനെത്തി. 10:22-നായിരുന്നു ട്രെയിന്. നമുക്ക് ജനറലാണ് കിട്ടിയത്. അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് എല്ലാവരുടെ മുഖത്ത് നല്ല ക്ഷീണമാണ്. അങ്ങനെ കറക്റ്റ് നമ്മളൊരു 9:30 കഴിയുമ്പോഴത്തേനും തഞ്ചാവൂരെത്തി. നമ്മൾ IRTCയുടെ റിട്ടയറിംഗ് റൂം തപ്പി നടക്കണതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് റെഡി ആവുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതിനും ഷെയർ ഓട്ടോ കിട്ടും കേട്ടോ. എല്ലാ സാധാ ഓട്ടോസ് കിട്ടും, ഊബറൊക്കെ കിട്ടും. പക്ഷെ അതിന് നമുക്ക് ഒട്ടും അഫോർഡബിൾ അല്ല. ഇതാകുമ്പോൾ പെർ ഹെഡ് 10 രൂപയാവുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ തഞ്ചാവൂർ മറാത്ത പാലസിലെത്തി. അവിടെ കുറേ നേരം ഞങ്ങൾ ചിലവഴിച്ചു. അത് കഴിഞ്ഞതേ സരസ്വതി മഹൽ ലൈബ്രറിയിലേക്ക് പോയി. പിന്നെ ആർട്ട് ഗാലറിയിൽ പോയി. ഈ കാണുന്നതാണ് സരസ്വതി മഹൽ ലൈബ്രറി. പിന്നെ നമ്മൾ അവിടുന്ന് വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ബൊമ്മ മേടിക്കാൻ പോയി. പിന്നീട് നമ്മൾ ബൃഹദേശ്വര ടെമ്പിളിലേക്ക് പോയി. അവിടെ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് റൂം ഉണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങളും ചെരുപ്പുകളും അവിടെ നമുക്ക് വയ്ക്കാം. 2 രൂപ ചെരുപ്പിനും 20 രൂപ ബാഗ് വയ്ക്കുന്നതിനും ആവുന്നുള്ളൂ. അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. സെക്യൂരിറ്റീസ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പറയും വീഡിയോ എടുക്കരുത്, നിന്നുകൊണ്ട് മാത്രം ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മേടിച്ച് ഡിലീറ്റ് ആക്കും കേട്ടോ. അവിടുത്തെ നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ല അടിപൊളി ബൺ പൊറോട്ടയും ഓംലെറ്റും കഴിച്ചൊരു ചായയും കുടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. 10:10-നായിരുന്നു കേട്ടോ ട്രെയിൻ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കിട്ടി. പക്ഷെ നൈറ്റ് വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നൈറ്റിലെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ക്ഷീണമായ കാരണം സ്ലീപ്പർ കിട്ടിയായിരുന്നു. അപ്പം തന്നെ കയറി കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് ഫ്രഷപ്പ് ആയ ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് ഇനി ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കോട്ടയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടോ പ്ലാൻ ചെയ്തേ. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനെത്തി. നമ്മൾ ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ ചെന്ന് ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.